ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ട് സീറ്റുകൾ നേടും, വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്. അത് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പലയിടത്തും പൊളിഞ്ഞു. ഏറ്റവും അവസാനം ഇപ്പോൾ ജമ്മു കാശ്മീരിലും 3 സീറ്റുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് PDP. എങ്ങനെ നോക്കിക്കാണാം ഇനി ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭാവി? രജനി, വിവിധ സംസ്ഥാനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ INDA മുന്നണി പല കഷ്ണമായി പോവുകയും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ധാരണയാകാത്ത സാഹചര്യങ്ങളും ഉണ്ടായി. ബീഹാറിൽ മുന്നണിയില്ല, അതോടൊപ്പം പശ്ചിമ ബംഗാളിൽ മുന്നണി സംവിധാനം ഇല്ലാതായി. കേരളത്തിൽ നേരത്തെ തന്നെ 2 കക്ഷികളും കോൺഗ്രസും CPM-ഉം അല്ലെങ്കിൽ UDF-ഉം LDF-ഉം BJP-ക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒറ്റക്കെട്ടായി മത്സരിക്കുന്നില്ല, മറിച്ച് 2ആയി തന്നെയാണ് അവിടെയും മത്സരം നടക്കുന്നത്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ INDA മുന്നണി ശിഥിലമാകുന്ന ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ ജമ്മു കശ്മീരിലും പ്രശ്നങ്ങൾ രൂപപ്പെട്ടു. നേരത്തെ തന്നെ ഏതാണ്ട് 1.5 ആഴ്ച മുമ്പ് നാഷണൽ കോൺഫറൻസ് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. നാഷണൽ കോൺഫറൻസിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ഒമർ അബ്ദുള്ള 3 മണ്ഡലങ്ങളിൽ, അതായത് കശ്മീർ റീജിയനിലെ 3 മണ്ഡലങ്ങളിലാണ് നാഷണൽ കോൺഫറൻസ് നേരത്തെ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ശ്രീനഗർ, അതോടൊപ്പം തന്നെ അനന്ത്നാഗ്, ബാരാമുള്ള ഈ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല PDP-യുമായി ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന നിലയിൽ ചില പ്രതികരണവും ഒമർ അബ്ദുള്ളയുടെ ഭാഗത്ത് നിന്നുണ്ടായി. ഇതാണ് PDP ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഇപ്പോൾ PDP-യും സ്വന്തം നിലയിൽ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ബാരാമുള്ളയിലും ശ്രീനഗറിലും അനന്ത്നാഗിലും PDP സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നാഷണൽ കോൺഫറൻസും PDP-യും വ്യത്യസ്തമായി തന്നെ മത്സരിക്കുന്നു. ഒപ്പം BJP അവിടെ സ്വാഭാവികമായും സ്ഥാനാർത്ഥികളെ നിർത്തും. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. BJP-യുടെ അടുത്ത ലിസ്റ്റിൽ ഒരുപക്ഷെ ഈ കശ്മീർ റീജിയനിലെ സീറ്റുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ ഗുലാം നബി ആസാദിന്റെ അടുത്ത കാലത്ത് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ആസാദ് കശ്മീർ പാർട്ടി രൂപീകരിച്ച ഗുലാം നബി ആസാദിന്റെ പാർട്ടിയും അവിടെ മത്സരിക്കുന്നുണ്ട്. ഗുലാം നബി ആസാദ് തന്നെ ഈ അനന്തനാഗ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ PDP-യുടെ അധ്യക്ഷയായിട്ടുള്ള മെഹബൂബ മുഫ്തിയും, മുൻ മുഖ്യമന്ത്രി കൂടിയാണ് മെഹബൂബ മുഫ്തിയും ഇപ്പോൾ അനന്തനാഗിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആകെ പ്രതിപക്ഷ പാർട്ടികൾ ഛിന്ന ഭിന്നമായി പരസ്പരം മത്സരിക്കുകയാണ്. അത് സ്വാഭാവികമായും ജമ്മു കശ്മീരിലും BJP-ക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ജമ്മു കാശ്മീരിലെ സീറ്റ് നില നോക്കിയാൽ അന്ന് 6 ലോക്സഭാ മണ്ഡലങ്ങൾ കശ്മീരിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം അന്ന് ലഡാക്കും കശ്മീരും 2ആയിട്ടില്ല. 2019 ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശമായി സർക്കാർ മാറ്റുന്നത്. അതിനാൽ അന്ന് 6 ലോക്സഭാ മണ്ഡലങ്ങളാണ്, ലഡാക്ക് കൂടി ഉൾപ്പെടെ 6 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 3 നാഷണൽ കോൺഫറൻസ്, ജമ്മു കാശ്മീർ റീജിയണിലെ ശ്രീനഗർ, ബാരാമുല്ല, അനന്ത്നാഗ് എന്നീ 3 മണ്ഡലങ്ങളിൽ നാഷണൽ കോൺഫറൻസും ജമ്മു റീജിയണിലെ ബാക്കി വരുന്ന 3 മണ്ഡലങ്ങൾ ഉധംപൂർ, ജമ്മു, അതോടൊപ്പം തന്നെ ലഡാക്ക്, ഈ 3 മണ്ഡലങ്ങളിൽ BJP-യും വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് 2019 ഉണ്ടായത്. എന്നാൽ 2024 എത്തുമ്പോൾ ജമ്മു കശ്മീരിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ തവണ 6 ആണെങ്കിൽ ഇപ്പോൾ അത് 5 ആയി. കാരണം ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായി. അതിനാൽ ലഡാക്ക് ഇപ്പോൾ കശ്മീർ ജമ്മു റീജിയനിലില്ല. അതിനാൽ ഇപ്പോൾ 5 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജമ്മു കശ്മീരിലുള്ളത്. അതിൽ 2 BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ജമ്മു പരമ്പരാഗതമായി BJP-ക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ഹിന്ദു ഭൂരിപക്ഷ ബെൽറ്റാണ് ജമ്മു എന്നത്. സ്വാഭാവികമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ BJP വിജയിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ കശ്മീർ റീജിയനിലാണ് BJP-ക്ക് വലിയ സ്വാധീനം ഇല്ലാതിരുന്നത്. പക്ഷേ ഇപ്പോൾ BJP ഈ മുസ്ലിങ്ങൾക്കിടയിലും ജമ്മു കശ്മീരിൽ സ്വാധീനം ഉറപ്പിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു ആവശ്യം ഇന്ത്യ മുന്നണിക്കകത്ത് രൂപപ്പെട്ടത്. കശ്മീരിലെ BJP വിരുദ്ധ പാർട്ടികൾ, അത് കോൺഗ്രസ്, നാഷണൽ കോൺഫറൻസ്, ഒപ്പം PDP എന്നീ പാർട്ടികൾ ഒരുമിച്ച് നിന്നാലേ കശ്മീർ റീജിയനിൽ കൂടിയുള്ള BJP-യുടെ മുന്നേറ്റം തടയാൻ കഴിയൂ എന്നതായിരുന്നു അവരുടെ വിലയിരുത്തൽ. പക്ഷേ അതുണ്ടായില്ല. നാഷണൽ കോൺഫറൻസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്, ഒപ്പം PDP-യും ഇപ്പോൾ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്.